ശരി, ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ്. രാഹുൽ, താങ്കൾ ജന്തർ മന്ദറിൽ പോയതാണല്ലോ. ജന്തർ മന്ദറിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ പോരുകയായിരുന്നു. എന്തുകൊണ്ടാണ് സമരത്തിൽ ഒരു ദിവസം പോലും പങ്കെടുക്കാതിരുന്നത് രാഹുൽ? അവിടെ ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് പഞ്ചാബിലുണ്ടായിരുന്നു. തിരിച്ച് എനിക്ക് വിദേശയാത്ര വന്നു, അതുകൊണ്ടാണ് തിരിച്ചെത്തിയത്. പക്ഷേ 2-3 കാര്യങ്ങൾ പോസിറ്റീവാണ്. ആ പോസിറ്റീവ് ഒരു കാര്യം, താങ്കൾ സെൽഫി എടുക്കാൻ പോയതാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രോളിംഗ് ഉണ്ട് കേട്ടോ താങ്കൾക്കെതിരായിട്ട്. അല്ല, വിദ്യാർത്ഥികളെ തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളെന്നും വിളിക്കുന്നതിനെക്കാട്ടി വലുതല്ലല്ലോ എന്നെ ട്രോൾ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഫോറിൻ ഫണ്ട്, നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് ഫോറിൻ ഫണ്ട് എന്നൊക്കെ ഉണ്ടെന്ന് ചിലർ പറഞ്ഞു. ഇന്നലെ MEA വളരെ കൃത്യമായി പറയുകയുണ്ടായി, അങ്ങനെ CJP യുടെ പ്രൊട്ടസ്റ്റിന് യാതൊരു ഫോറിൻ ഫണ്ടും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മുടെ യുവാക്കൾ ജയിച്ചതല്ലേ, സന്തോഷിക്കല്ലേ നമ്മൾ വേണ്ടത്. നമ്മുടെ യുവാക്കൾ ഒരു പോയിന്റ് റേസ് ചെയ്തു, അവരെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. അവർ ജയിച്ചെങ്കിൽ ഈ രാജ്യം ജയിക്കുകയല്ലേ ചെയ്യുക. പ്രശാന്ത് ശിവൻ പറഞ്ഞത് കുറെ അരാജകവാദികൾ അവർ അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ യുവാക്കളെ കരുതി അവർ വഴിതെറ്റി പോകരുത് എന്നുള്ള കരുതലിലാണ് ഈ ഒരു കീടങ്ങളെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. മന്ത്രി രാജിവെച്ചത് അത് തന്നെയാണല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻജിയുടെ റെസിഗ്നേഷൻ ലെറ്ററിലും അങ്ങനെ തന്നെ എഴുതി. അദ്ദേഹത്തെ ബഹുമാനിക്കാം. അദ്ദേഹവും യഥാർത്ഥത്തിൽ ഇന്നേക്ക് 30 വർഷം അദ്ദേഹം 30 വർഷം മുമ്പ് ഇതേപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ പോരാടി ഒറീസയിൽ നിന്ന് വലിയൊരു നേതാവായി ഉയർന്നു വന്നതാണ്. അപ്പോൾ ഒരാൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നത് വളരെ പോസിറ്റീവായ കാര്യമാണ്. 2, ഗാന്ധിയൻ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് സോനം വാങ്ചുക് അടക്കം അഭിജിത് ദീപ്കെ അടക്കം പോസിറ്റീവ്ലി ചെയ്തു. ആ റിയ എന്ന് പറയുന്ന കുട്ടി, എനിക്ക് സന്തോഷം തോന്നിയത് യഥാർത്ഥത്തിൽ ജീൻസ് ഇട്ട ഭാരതമാതാവാണ്. ജീൻസ് ഇട്ട ഭാരതമാതാവ് ഒരു പോലീസ് ബസ് തടഞ്ഞു നിർത്തി അതിനുള്ളിൽ ഇല്ലീഗലായി അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളോട് അവിടെ ഇറക്കി പോലീസുകാരോട് അറസ്റ്റ് മെമ്മോ എവിടെന്ന് ചോദിച്ചു. ഇതൊക്കെ പോസിറ്റീവ് അല്ലേ? ഒരുപക്ഷെ ശ്രീ പ്രശാന്ത്ജി അടക്കം അംഗീകരിക്കുന്ന ഒരു പോയിന്റാണ്. ഈ കുട്ടികൾ, പ്രക്ഷോഭം നടത്തുന്ന കുട്ടികളിലെ ബഹുഭൂരിപക്ഷം ഒരു ഹിന്ദു മിഡിൽ ക്ലാസ്സിൽ പെടുന്നതോ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിൽ പെടുന്നതോ കുട്ടികളാണ്. അപ്പൊ അവർ ഒരു പോയിന്റ് റേസ് ചെയ്തു. ആ പോയിന്റ് സത്യമാണെന്ന് പറഞ്ഞു. മോദിജി അടക്കം, അതായത് പ്രക്ഷോഭം കരക്കുമ്പോൾ മോദിജി അടക്കം സെൽഫി വീഡിയോ അടക്കം എടുത്തു തണുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. പ്രശാന്ത് അംഗീകരിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ രാഹുൽ. അതിനുള്ള മറുപടി പ്രശാന്തിന് ഇക്കാര്യങ്ങളോട് സമ്മതമാണോ പ്രശാന്ത്? ഇതിനകത്ത് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെയോ വിദ്യാർത്ഥികളെയോ യാതൊരു തരത്തിലും മോശക്കാരായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തെടുക്കുവാനായിട്ട് പലരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഞാൻ കൂടുതൽ വളച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഒരു പയ്യൻ പോയിട്ട് അവിടെ പോയിട്ട് എന്താ പറയുന്നത്? അവിടെ പോയിട്ട് എന്തൊക്കെ പറയാ, ഈ ലോകത്തിന്റെ അവസാനം പാറ്റകളിലൂടെയാണ്, ഇസ്ലാമിസത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ പല ആളുകളും ഇതിനെ ഹൈജാക്ക് ചെയ്യപ്പെടുവാനായിട്ടുള്ള ശ്രമങ്ങളും ഇതിനകത്തേക്കുണ്ടായിരുന്നു. നമ്മൾ എഗ്രി ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഒരു കാര്യം കൂടെ, അതെന്താ അറിയോ, ശ്രീ പ്രശാന്ത് അടക്കമുള്ള BJP നേതാക്കൾ അത് പറയുമ്പോൾ നമ്മൾ എഗ്രി ചെയ്യണം. എനിക്കറിയില്ല ശ്രീ സത്യൻ സാർ എഗ്രി ചെയ്യുന്നുണ്ട്. കാര്യം അവൻ അവിടെ പോയി മതഭ്രാന്താണ് പറയുന്നത്. യാതൊരു ബന്ധവുമില്ല. ഇമാതിരിയുള്ള ഇഡിയറ്റുകൾ എല്ലായിടത്തും കാണും, മനസ്സിലായി? ഇമാതിരിയുള്ള ഇഡിയറ്റുകൾ വന്നിട്ട് ഇമാതിരി വിവരക്കേട് പറയുന്നതിനെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പോസിറ്റീവ് സ്പിരിറ്റ് പറയുന്നത് എന്തറിയോ, നമ്മളത് ആക്റ്റീവ്ലി തള്ളി പറയണം. BJPയോടക്കം ഒരുമയുടെ മേഖല കണ്ടെത്തണം. ഒറ്റ വരിയോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതുകൊണ്ടല്ലേ ശ്രീ മുരളി മനോഹർ ജോഷി, അതായത് BJPയുടെ സ്ഥാപക നേതാക്കളിൽ ഏറ്റവും ആദരണീയനായ ഐഡിയോലോഗായ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി എത്ര പക്വമായിട്ടാണ് ട്വീറ്റ് ചെയ്തത്. അദ്ദേഹം അതിൽ ഒക്കെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ കീഴടങ്ങലാണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലാണ് എന്നൊക്കെയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? താങ്കൾ ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തള്ളി പറയാറില്ല. ഒരു വരി പറഞ്ഞ് നിർത്തിക്കോട്ടെ, ഇത് ആരുടെയും തോൽവിയല്ല, എല്ലാവരുടെയും വിജയമാണ്. നമ്മുടെ യുവാക്കൾ എല്ലാവരുടെയും വിജയം എന്ന് അങ്ങനെ പറയാം സാറേ. ഇത് കേന്ദ്ര സർക്കാരിന്റെ പരാജയമാണ്, നരേന്ദ്രമോദിയുടെ പരാജയമാണ് മുട്ടുകുത്തിയിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട, വെള്ളപൂശണ്ട. വിദ്യാർത്ഥികളുടെ സമരത്തിനിടയിലേക്ക് ഇതിനെ ഹൈജാക്ക് ചെയ്യുവാനായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയിരുന്നു. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പഞ്ചാബിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്ന സമയത്ത് അതിനോട് മൗനം അവലംബിക്കുക, തെലങ്കാനയിൽ വരുന്ന സമയത്ത്, കർണാടകയിൽ വരുന്ന സമയത്ത് മൗനം അവലംബിക്കുക. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തെല്ലാം മൗനം അവലംബിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് അതിനെ ഹൈജാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് വിജയിച്ചതാണ് എന്നുള്ള ക്രെഡിറ്റ് വാങ്ങുന്നതിനായിട്ട് രാഹുൽ പറഞ്ഞത് ആരുടെയും വിജയമല്ല, ആരുടെയും പരാജയമല്ല എന്നും കൂടി. ഞങ്ങളിതിനെ കാണുന്നത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വളരെ പ്രധാനമായിട്ടും മുദ്രാവാക്യം എന്താണെന്നറിയാം?
രാഹുൽ പറയുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു വീഴ്ച പറ്റിയ സമയത്ത് ഈ നീറ്റിന്റെ ചോദ്യപേപ്പർ ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വന്ന സമയത്ത് ഇത് ആദ്യം ഏറ്റെടുത്ത് വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ രാജിവെക്കേണ്ടി വന്നത്. ലീക്കായതുകൊണ്ടും ഇതിനകത്ത് കെടുകാര്യസ്ഥത ഉള്ളതുകൊണ്ടുമാണല്ലോ ഇപ്പൊ രാഹുൽ എന്താ പറയുന്നത്? രാഹുൽ ഞാൻ ഒരു വരി എടുക്കും. അത് ശ്രീ പ്രശാന്ത് ശിവനോടാണ്. ഏറ്റവും കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏതാണെന്നറിയാമോ? വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്, ഇൻകുലാബ് സിന്ദാബാദ്, ജയ് 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 ഭീം. ഈ മുദ്രാവാക്യങ്ങളാ ഏറ്റവും കേൾക്കുന്നത്. ആസാദി ഉണ്ടെന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. ആസാദി മുദ്രാവാക്യവും ഇവിടെ രാഹുൽ പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ വന്ന ആളുകള് അതിനകത്ത് ഉമർ ഖാൻ ഇതിനെ കുറിച്ചും പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 370 റദ്ദാക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ വിദ്യാർത്ഥികളെ ഹൈജാക്ക് ചെയ്യാതിരിക്കുവാനും വിദ്യാർത്ഥികളുടെ സമരത്തെ വഴിതെറ്റിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൂടെ നമ്മൾ മറന്നു പോകരുത് ഇതിനകത്ത്. പിന്നെ ഇതോടൊപ്പം നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാർ 2-3 മാസം കേന്ദ്ര സർക്കാർ എവിടെ പോയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടായതും ഇത്രയും വലിയ ജനസി പ്രക്ഷോഭം ഉണ്ടായി, ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രതിബദ്ധതയെ കുറിച്ച് BJP-യുടെ വക്താവ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 2-3 മാസമായിട്ട് ഈ സമരം ഇവിടെ തുടങ്ങിയിട്ട് ഈ 2-3 മാസമായിട്ട് ഈ പ്രതിബദ്ധത എവിടെ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ല, നോക്കൂ പ്രശാന്ത്, താങ്കൾ പറയുന്ന സമയത്ത് ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നു. ഇങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബളം വെക്കല്ല. അതുകൊണ്ട് നിശബ്ദനായിട്ട് കേൾക്കാൻ നിങ്ങൾ ആദ്യം തയ്യാറാവും. നിങ്ങൾ ഒരിടത്തും കേൾക്കാൻ തയ്യാറാകാത്തതിന്റെ പ്രതിഫലമാണ് നിങ്ങളുടെ മന്ത്രി ഇപ്പൊ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ പറയുന്ന കാര്യത്തിനകത്തൊക്കെ യാഥാർത്ഥ്യമുണ്ടോ, വസ്തുതയുണ്ടോ, അതിന് പകരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കഥയുമില്ല. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ആദ്യം കേൾക്കണം. എന്താണ് പ്രതിപക്ഷം പറയുന്നത്? രാജ്യത്ത് ഭരണപക്ഷം മാത്രമല്ല, രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ആ ജനാധിപത്യത്തിന്റെ ഭാഗമായി തെറ്റുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സർക്കാർ ചെയ്യുന്ന കുഴപ്പങ്ങൾ, നിങ്ങളുടെ കെടുകാര്യസ്ഥത, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോ, കുഴപ്പമില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവസാനം ഈ രാജ്യത്തെ ജനങ്ങൾ ഇറങ്ങി നിങ്ങളെ അടക്കം പിടിച്ച് താഴേക്ക് കാതിന് പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി ഇരുത്തും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ആരുടെയും പരാജയമല്ല, ആരുടെയും വിജയവുമല്ല എന്ന് രാഹുൽ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.